മാർക്കോമിൻ്റെ മറ്റൊരുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ ഇന്നിരിക്കുന്നത് സൺ സിറ്റിയിലാണ്. ആൻഡ് ഇന്ന് നമ്മൾ ഒരു ഫാമിലി ക്രിയേറ്റ് ആക്കാൻ പോവാണ്. നമ്മളെങ്ങനെയാണോ ഗ്രാൻഡ് ആർപ്പിൽ ഒരു ഫാമിലി ക്രിയേറ്റ് ആക്കി അതുപോലെ തന്നെ ഇവിടെ ഒരു ഫാമിലി ക്രിയേറ്റ് ആക്കാൻ പോവാണ്. സോ അതിന് മുമ്പ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക് അടിക്കുക. അപ്പോൾ ലെറ്റ്സ് ഗോ. നമുക്ക് വണ്ടി എടുക്കാൻ പോയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ പെട്ടെന്ന് നമുക്ക് വണ്ടി എടുത്തിട്ട് നമുക്ക് ഫാമിലി ക്രിയേറ്റ് ആക്കാൻ നമുക്ക് ചിലവ് തന്നെ ഒരു അറൗണ്ട് 1 ലാഖിന് അടുത്തുണ്ടാകും. നമുക്ക് അത് സെറ്റാക്കിയിട്ട് ഗവൺമെൻറ് ഹൗസിൽ പോകണം, ഫാമിലി ക്രിയേറ്റ് ആക്കണം. പിന്നെ അറിയാലോ, നമ്മളെവിടെ പോയി ഫാമിലി ക്രിയേറ്റ് ആക്കിയാലും വടക്കൻ വീട് എന്നുള്ള പേര് വെച്ച് തുടങ്ങത്തുള്ളൂ. കാര്യം ദാറ്റ്സ് മൈ ഫാമിലി. എൻ്റെ അല്ല, എൻ്റെ ഡാർവിൻ്റെ ഫാമിലി. ഗൈഡർ ആക്സസ് ആണ് കേട്ടെ. ഗൈസ്, നമുക്ക് നാവിഗേറ്റർ എടുക്കാം. ഫാമിലി ക്രിയേറ്റ് ആക്കണമെങ്കിൽ അറിയാൻ പാടില്ലാത്തവർക്ക് പറഞ്ഞുതരാം. നാവിഗേറ്റർ ഗവൺമെൻറ് ഓർഗനൈസേഷൻ, ഗവൺമെൻറ് അങ്ങോട്ട് നേരെ വച്ചങ്ങ് പിടിക്കാൻ വേണ്ടി. സോ ഗൈസ്, നമ്മളിവിടെ ഗവൺമെൻറ് ഹൗസിൻ്റെ നമുക്ക് ലെറ്റ്സ് ഗോ. പെട്ടെന്ന് ഓടിച്ചല്ല. ഏ ബോയ്സ് ഗൈസ്, നമ്മൾ ഫാമിലി ക്രിയേറ്റ് ആക്കാൻ വേണ്ടി ഫ്രണ്ടിൽ നിൽക്കുവാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും മാക്സിമം ഇപ്പോൾ തന്നെ ലൈക്ക് അടി. നീ ലൈക്ക് അടിച്ചിട്ട് ഞാൻ ഫാമിലി ക്രിയേറ്റ് ആക്കണുള്ളൂ. അടിക്കടാ ലൈക്ക് നീ. നമ്മുടെ മനുഷ്യൻ പട്ടിയെ പോലെ പണിയെടുത്ത് പൈസ ഉണ്ടാക്കി ഫാമിലി ക്രിയേറ്റ് ആക്കാൻ വേണ്ടി വീഡിയോ ഇടുമ്പോഴത്തേക്ക് അവന്മാർ ലൈക്ക് അടിക്കത്തില്ല. മനുഷ്യനെ കളിയാക്കാനായിട്ട് എന്തിരിത് ഗൈസ്. എന്തെങ്കിലും ഭാഗം പറ്റുമെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. സോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും മസ്റ്റ് ലൈക്ക് ദി വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കുറവുകളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലിടുക. നമുക്ക് പതിയെ ഫാമിലി ക്രിയേറ്റ് ആക്കാം. ഫാമിലി നെയിം വടക്കൻ വീട്ടിൽ. So guys, let's create our lovely family. എൻ്റെ സ്വന്തം ഫാമിലി, എൻ്റെ സ്നേഹ ഫാമിലി, യൂസ് പെൻഡ് അടക്കമ്മാലെ ഫാമിലി ക്രിയേറ്റ് ആക്കി. ലെറ്റ്സ് സീ ഫാമിലി വടക്കൻ വീട്ടിൽ. വടക്കൻ വീട്ടിൽ കൊച്ചു കുഞ്ഞിനോട് കളിക്കാൻ നിൽക്കല്ലേ. കളി പഠിപ്പിക്കേ. ഇതാറ ഗുണ്ടേ. ഈ പുള്ളിനെ ഞാൻ അവിടെ കണ്ടല്ലോ. ഈ പുള്ളിയല്ല പോണേ. ഡബിള് അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. നമുക്ക് ഗൺ ലൈസൻസ് കിട്ടുമോ നോക്കാം ഗൈസ്. ഗൺ ലൈസൻസ് ലോഫുൾനെസ്. ഓ ഗോഡ്, ഗൺ ലൈസൻസ് ഇല്ല ഗൈസ്. ദിസ് ഈസ് ബാഡ്. ഈ ലോഫുൾനെസ് എങ്ങനെ കൂട്ടണേ? എനിക്കത് ഇപ്പോഴും അറിഞ്ഞുകൂടാ. അതെങ്ങനെയാ കൂട്ടണേ? നമുക്ക് നമ്മുടെ ട്രെയിൻ സ്ഥലത്ത് കൂട്ടാം. നമുക്കിനി ലാസ്റ്റ് ഒരൊറ്റ ഇതും കൂടെ ഉള്ളു ഗൈസ്, ടാസ്കും കൂടെ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ സെറ്റാക്കി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കപ്പോൾ അതങ്ങ് ചെയ്ത് തീർക്കാം. നേരെ പോയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. നമ്മൾ റോഡ് ടു 300K 1K പോലും ആയിട്ടില്ല. അതിന് മുമ്പ് 300K ഞാൻ കഴിഞ്ഞ് ചുമ്മാ പറഞ്ഞ ഗൈസ്. നമ്മൾ റോഡ് ടു 300 സബ്സ്ക്രൈബേഴ്സാണ്. കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും മാക്സിമം ലൈക്ക് അടിക്കുക. 300 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മൾ ഗ്രാൻഡ് ആർപിയിൽ ഒരു ഗിവ് അവേ നടത്തുന്നതായിരിക്കും. 10 ലെവലിന് താഴെയുള്ള എല്ലാവർക്കും അല്ല, 10 ലെവലിന് താഴെയുള്ള ഒരു 5 പേർക്ക് നമ്മൾ 10 മില്യൺ വെച്ച് ഉറക്കും എന്ന് നമ്മൾ പറയുന്നില്ല. 10 മില്യൺ എൻ്റെ പൊലിയിൽപ്പെടുകാൻ നമ്മൾ 10 ലെവലിനുള്ള താഴെയുള്ള ഒരു പ്ലെയറിന് നമ്മൾ 10 മില്യൺ കൊടുക്കും ഫ്രീ ആയിട്ട്. അപ്പോൾ ചെയ്യേണ്ടത് വേറൊന്നുമല്ല, നമ്മുടെ ചാനൽ സബ് ചെയ്യണം, നമ്മുടെ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് ഇടണം. അതുകൂടാതെ നമ്മുടെ എല്ലാ വീഡിയോയും കണ്ടിട്ടുണ്ടാണ്. നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആയിരിക്കണം, സബ്സ്ക്രൈബർ ആയിരിക്കണം. കസ്റ്റമറേ വാട്ട് ക്വാക്ക്, എന്തൊക്കെയാണ് ഞാൻ VC എന്ന് പറയണേ? VCയാ ഇത്? റെക്കോർഡിലല്ലേ? എടേ, എൻ്റെ തല മൊത്തം കത്തി കേട്ടാ. എൻ്റെ തല പോയി, സത്യം പറയല. ഞാൻ മൊത്തം തലയ്ക്കെന്ത് പറ്റി ഇന്ന്? ഞാൻ എന്തൊക്കെയാ പറയണേ? VC കസ്റ്റമർ. എടേ, അടിച്ചു പോയി ഞാൻ.
സത്തിട്ടേ. നമുക്ക് നേരെ പോകാം. നേരെ പോയിട്ട് ഇവിടെ 1200 മീറ്ററാ, 1 കിലോമീറ്ററാ ഗൈസ്. പിന്നെ എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാം. നമ്മൾ 350 സബ് അടിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേണ്ട, ഒരു 500 സബ്. നമ്മൾ ഇന്ന് 500 സബ് അടിക്കണോ, നമ്മൾ അന്നൊരു ഗെയിം അങ്ങ് നിങ്ങൾക്ക് എല്ലാവർക്കും തരും. വേറൊന്നുമില്ല, GTA 5 അതേ ഗ്രാഫിക്സ് ഉള്ള, ഞാൻ ചുമ്മാ തമാശ പറയണല്ല, GTA 5 അതേ ഗ്രാഫിക്സ് ഉള്ള ഒരു ഹൈ എൻഡ് ഡിവൈസിൽ മാത്രം കളിക്കാനൊരു ഗെയിം. അതും റോൾ പ്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മോനെ കിട്ടില്ല ആ സാധനം. നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഗെയിം അത്. ആ ഗെയിം ഒന്ന് നിങ്ങൾ കളിച്ചാൽ പിന്നെ നിങ്ങൾ അഡിക്റ്റ് ആവും. സീരിയസ്ലി, ഞാൻ ചുമ്മാ തമാശ പറയണില്ല. മാർക്കോൺ ഡ്യൂഡിനെ അറിയാലോ, ഞാൻ ചുമ്മാ കള്ളമൊന്നും പറയുന്ന ആളല്ല നമ്മൾ. ആ ഒരു ഗെയിം നിങ്ങൾ കളിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിന് അഡിക്റ്റ് ആവും. അത്രയ്ക്കും കിടിലൻ ഗെയിമാണ് അത്. അതിൻ്റെ ഗ്രാഫിക്സ് ആയിക്കോട്ടെ, ഫിസിക്സ് ആയിക്കോട്ടെ, റോൾ പ്ലേ ആയിക്കോട്ടെ, എല്ലാം. ഈവൻ എന്തോ വണ്ടികളായിക്കോട്ടെ, അതിനകത്ത് അറൗണ്ട് 1,00,000 എന്തോ വണ്ടിയിൽ തന്നെ ഉണ്ട്. 1,00,000 രൂപയാണെന്നല്ല പറഞ്ഞത്, 1,00,000 എന്തോ വണ്ടികളുടെ എമൗണ്ട് ഉണ്ട്. അയ്യോ, 1,00,000 അല്ല കേട്ടോ, 10,000 എന്തോ തോന്നുന്നു. 1,00,000 അതെന്താടേ, ലോകത്തില്ല 1,00,000 വണ്ടി എന്തോ. മാറിപ്പോയി ഗൈസ്. 10,000 വണ്ടികളുടെ എന്തോ ആ ഗെയിമിലുണ്ട്. ഞാൻ കാര്യമായിട്ടും പറഞ്ഞാൽ, ഞാൻ ഇതുവരെ അത് ടോട്ടൽ എത്ര വണ്ടിയോടൊന്നും നോക്കിയിട്ടില്ല. കാര്യം എത്തണ്ട ഇത് നോക്കി കുറേ നേരം സ്ക്രോൾ ചെയ്തു, എന്നിട്ടും ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുക. നമ്മുടെ കാർ സ്ട്രീറ്റിൽ പോയില്ല അത്ര വണ്ടി. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം സബ് കയറ്റുക. അത്രയും കിടന്ന ഗെയിം നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞാൽ തരും. പിന്നെ അത് ആപ്പ് സ്റ്റോറിൽ കിട്ടും, പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടില്ല. നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് തന്നെ വരും. അതിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ പറഞ്ഞുതരും, അതെങ്ങനെ കയറ്റേണ്ടതെന്നൊക്കെ. അതൊന്നും ഉറപ്പ് വിഷയമാക്കണ്ട. അത് വേറൊന്നുമില്ല, നേരെ ഗൂഗിളിൽ പോവുക, ഗെയിമിൻ്റെ പേര് അടിക്കുക, എന്നിട്ട് അതിൻ്റെ സൈറ്റിൽ കയറുക, അവിടെ ഡൗൺലോഡ് ചെയ്യുക. സിമ്പിളാണ്, അതോർത്ത് വിഷയമില്ല. പിന്നെ ഉള്ളത് വിഷയം എന്നത് ഇച്ചിരി ഉള്ളൂ, ഹൈ എൻഡ് ഡിവൈസിൽ മാത്രമേ അത് കളിക്കാൻ പറ്റത്തുള്ളൂ. കാര്യം ഗ്രാഫിക്സ് അത്രയ്ക്കും കിടില്ല, നല്ല ഗ്രാഫിക്സ് കൂടുതലാണ്. iOS മുതൽ പിന്നെ അത്യാവശ്യം ഒരു 8 GB, ഒരു 6 GB ഒക്കെ ഉള്ള മൊബൈൽസാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ കളിക്കാം. വലിയ കുഴപ്പമില്ല മീൻസ് അത്യാവശ്യം നല്ല സ്മൂത്തായിരിക്കും. പക്ഷേ ഒരു 3 GB തൊട്ട് മേളിലേക്ക് ഒരു 4 GB വരെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പാടായിരിക്കും കളിക്കാൻ. കാര്യം ഹൈ ഗ്രാഫിക്സ് കളിക്കാൻ പറ്റത്തില്ല അത്രയും ലോ എൻഡ് ഡിവൈസിലാണെന്നുണ്ടെങ്കിൽ. ഒരു 3, 4, 5 അല്ല 5 ഇല്ല അല്ലേ, 3, 4 GB മൊബൈലുകളിലത് കളിച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ടഫായിരിക്കും. കാര്യം നമുക്ക് ഹൈ ഗ്രാഫിക്സിൽ കളിക്കാൻ പറ്റത്തില്ല. ഹൈ ഗ്രാഫിക്സ് അല്ല, ഒരു മീഡിയം തൊട്ട് മേളിലേക്ക് നമുക്ക് കളിക്കാൻ പറ്റത്തില്ല. അത്യാവശ്യം നല്ല രീതിക്ക് ലാഗ് അടിക്കും. ഈവൻ iOS പോലും ചില സമയത്ത് റണ്ടറിങ്ങിൻ്റെ ഒരു ഇഷ്യൂ കാരണം ലാഗ് അടിക്കും. ഒപ്റ്റിമൈസേഷനും കിട്ടില്ല, പക്ഷേ അതിനകത്ത് നല്ല രീതിക്ക് ഒപ്റ്റിമൈസറായ ഗെയിമാണ് അത്. അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് ഈ വണ്ടിക്ക് സ്പീഡ് കൂടുതൽ പോയി. ഞാൻ ആ സംസാരത്തിൻ്റെ ഫ്ലോയിൽ മനസ്സിലായില്ല. നമുക്കവിടെ എത്തണം, 500 മീറ്റർ. നല്ല സ്പീഡ് ഉണ്ടായിരുന്നു കേട്ടോ വണ്ടിക്ക്. നമുക്കിത് പോയി അവിടെ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടാസ്ക് മൊത്തം തീരും. നമ്മളിപ്പോൾ വീടിൻ്റെ പുറത്താണ് കഴിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ചെറിയൊരു നോയ്സ് ക്യാൻസലേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ചെറിയൊരു നോയ്സ് ഉണ്ട്, എനിക്കറിയാം. കാര്യം ഞാൻ റെക്കോർഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ചീവീട് അറിഞ്ഞിട്ടുണ്ട്. ചീവീടിൻ്റെ അവരുടെ അറിയാലോ, ചീവീട് അവിടെ എനിക്കൊന്നും പറയാനില്ല. അതിന് എൻ്റെ കൈ കിട്ടിയാണ് ഇപ്പോൾ അരച്ച് കൊന്നു കളയും ഉണ്ടാമാനെ. ഞാനിപ്പോൾ തൈര് എന്തൊരിത്, അരികെ ജീവിച്ചു പോകാൻ പോലും സമ്മതിക്കത്തില്ല അവനൊന്നും. ഇത് എവിടെയാടാ ഇത്? എൻ്റെ പൊന്ന് ചീവീടെ ഒന്നും മിണ്ടായി, ഞാൻ പൈസ വല്ലതും തരാം. പൈസ നമ്മളിത് എവിടെ എത്തി കേട്ടോ. ഇങ്ങനെയല്ലേ വഴി, ഭാഗ്യം. മര്യാദക്കുള്ള വഴിക്കൂടെ ഒരു വട്ടം വന്നു. ലോഡ് അൺലോഡ് പരിപാടി കഴിഞ്ഞാ? എടേ ഇത്ര ഉള്ള പരിപാടി. സോ ഗൈസ്, നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളൊരു ഫാമിലി ഇതാക്കി, ഞാൻ കാണിച്ചു തരാം. നമ്മൾ വടക്കൻ വീട്ടിൽ എന്നൊരു ഫാമിലി ക്രിയേറ്റ് ആക്കി ഇന്ന്. അതുകൂടാതെ നമുക്ക് ഹൗസ് നമ്മൾ മേടിക്കും, അതോർത്ത് വിഷയമാക്കണം. നമ്മൾ ഹൗസൊക്കെ മേടിക്കും.
അതുകൂടാതെ നമ്മൾ ടാസ്ക് മൊത്തം കംപ്ലീറ്റ് ആക്കി. അതിനുള്ള റിവാർഡും കിട്ടി. സോ ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ്. കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും മാക്സിമം ലൈക്ക് അടിക്കുക. ആൻഡ് നെക്സ്റ്റ് ഒരു വീഡിയോയിലേക്ക് തന്നെ വരെ സീ യു സൂൺ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. കുറേ റിപ്പീറ്റ് അടിച്ച് എന്തായാലും. അപ്പോൾ ഗൈസ് ബൈ, അടുത്തൊരു വീഡിയോ തരാം.